തോമസ്. എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ഡോക്ടർ SS മഞ്ജു. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. രണ്ടുപേരും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു. ഒരു പേരക്കുട്ടിയുണ്ട്. ഞങ്ങൾ ഈ പാളയത്താണ് താമസിക്കുന്നത്. ജനിച്ച് വളർന്നതും ഇവിടെ തന്നെയാണ്. ഞാൻ സ്കൂൾ കോളേജ് പഠനത്തിന് ശേഷം അധ്യാപകനായിട്ട് ദീർഘനാൾ ജോലി ചെയ്തു. ഏതാണ്ട് 31 വർഷത്തോളം ഞാൻ അധ്യാപകനായിരുന്നു. ഇതിൽ ഏതാണ്ട് 12 വർഷത്തോളം കാലം ഞാൻ പ്രഥമാധ്യാപകനായിട്ട് ജോലി ചെയ്തു. തിരുവനന്തപുരം രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണ് ഞാൻ ജോലി ചെയ്തത്. കൂടുതലും തീരദേശ സ്കൂളുകളിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. 2018 ഞാൻ വിരമിച്ചു, ജോലിയിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം ഞാൻ തുടർന്ന് ഉള്ള എനിക്ക് ഈ പത്രപ്രവർത്തനത്തിൽ വലിയ താല്പര്യമായതുകൊണ്ട് പ്രസ് ക്ലബ്ബിൽ ജേർണലിസം കോഴ്സ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഭവൻസിൽ പോയിട്ട് 1 വർഷത്തെ ജേർണലിസം PG ഡിപ്ലോമ കോഴ്സും പൂർത്തിയാക്കി അതിൽ വിജയിച്ച് വന്നു. ഞാൻ ദീർഘനാളായിട്ട് തിരുവനന്തപുരം രൂപതയുടെ മാസിക ആയ ജീവനും വെളിച്ചത്തിലെ പത്രാധിപ വിഷയം എന്ന് പറയുന്നത് ചരിത്രമാണ്. ചരിത്രത്തിലാണ് ഞാൻ BA-യും MA-യും എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോഴും മുതലേ ചരിത്ര കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഭാ ചരിത്രത്തിൽ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എഴുതുവാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് എനിക്ക് മാതാപിതാക്കൾ എനിക്ക് ധാരാളം കുഞ്ഞുനാളിലെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിച്ച് തന്നിരുന്നു, ക്രിസ്തീയ പുസ്തകങ്ങൾ. അതെല്ലാം വായിച്ച് അങ്ങനെ വായനയോട് എനിക്ക് വലിയൊരു പ്രതിപത്തി ഉണ്ടായി. ധാരാളം വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ പത്രവും ദിവസവും വായിക്കുമായിരുന്നു. പബ്ലിക് ലൈബ്രറിയിൽ ദിവസവും പോയി വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പം വായനയും പിന്നെ ചരിത്രത്തോടുള്ള താല്പര്യവും നിമിത്തം ഞാൻ എഴുതാൻ തുടങ്ങി. അങ്ങനെ ധാരാളം ലേഖനങ്ങൾ എഴുതുകയും അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ സഹോദരൻ, ഒരു വൈദികൻ, ഫാദർ പീറ്റർ അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വായിച്ചു നോക്കി തിരുത്തി തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ആദ്യമെല്ലാം എഴുതിയ ശേഷം ഞാൻ ഈ തിരുത്തിയ ലേഖനങ്ങൾ ഒന്നുകൂടെ ഫെയറാക്കി അത് ഞാൻ മാസികകൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് രൂപതാ മാസികയിലാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അപ്പോൾ രൂപതാ മാസികയിൽ പിന്നെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ചരിത്രം മാത്രമല്ല, ആധ്യാത്മികമായ ലേഖനങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള സമുദായ സ്നേഹികളെ പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങൾ, അതുപോലെ തന്നെ സഭാ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾ ധാരാളം വിഷയങ്ങളിൽ ഞാൻ വിവിധ ക്രൈസ്തവ മാസികകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എഴുത്തിന് പല ബഹുമതികളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാൻഫഡിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എനിക്ക് എഴുത്ത് തുടങ്ങി, സജീവമായിട്ട് എഴുതാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ വഴികളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു വലിയ എഴുത്തുകാരനല്ലാത്തതുകൊണ്ടും വലിയ അറിയപ്പെടാത്ത ഒരാളായതുകൊണ്ടും എങ്ങനെ പ്രസിദ്ധീകരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു വരികയെ ഒരാശയം ഒരാൾ നൽകി. നമ്മുടെ രൂപതാ മാസികകളിൽ പല കാലങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ സമാഹരിച്ച് ആ ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകമാക്കുക. അങ്ങനെ ഞാനൊരു പുസ്തകം തയ്യാറാക്കി അത് പബ്ലിക്കേഷൻസ് ആദ്യമായിട്ട് എൻ്റെ ഈ ലേഖനങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രഥമ
പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം നവോത്ഥാന കിരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. എൻ്റെ ഈ ആദ്യത്തെ നവോത്ഥാന കിരണങ്ങളെന്ന് പറഞ്ഞ ഈ പുസ്തകം, ഇതിനകത്ത് 17 ലേഖനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 17 ലേഖനങ്ങൾ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഞാൻ എഴുതിയ ജീവനും വെളിച്ചവും മാസികയിൽ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ ഇത് ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയിൽ പുറത്തിറക്കിയപ്പോൾ അതിന് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ അഭ്യുദയകാംക്ഷികളും അവർ വളരെ സന്തോഷത്തോടുകൂടെ ഇത് സ്വീകരിച്ചു. ഇത് ഞാൻ വാസ്തവത്തിലൊരു വിപണനത്തിന് വേണ്ടി ഇറക്കിയ ഒരു പുസ്തകമല്ല, മറിച്ച് ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു പുസ്തകം ആദ്യമായിട്ട് അച്ചടിച്ച് കാണണം, അതെൻ്റെ ഒരു വലിയൊരു അഭിലാഷമായിരുന്നു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ പുസ്തകം, നവോത്ഥാന കിരണങ്ങൾ എന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവർ എന്നെ വളരെയധികം പിന്തുണ നൽകി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എഴുതണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ ആ സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിരുന്ന ആർച്ച് ബിഷപ്പ് സൂസപാക്യത്തിൻ്റെ ഇതിഹാസതുല്യമായ ജീവിതം എന്തുകൊണ്ട് പകർത്തിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് രചിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായി. ഞാനിത് അന്നിവിടെ ഉണ്ടായിരുന്ന വൈദികൻ ഇടവികാരിയായിരുന്ന ഫാദർ നിക്ലോസുമായിട്ട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ പുനലൂർ ബിഷപ്പായിരുന്ന റവറൻഡ് ഡോക്ടർ സെൽവിസ്റ്റർ പുന്നമുത്തനും ഇത് എഴുതണം, ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം അറിയപ്പെടേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ പറ്റിയ മാർഗമാണ് ഈ പുസ്തകം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ആർച്ച് ബിഷപ്പ് സൂസപാക്യം ഇടയവീതിയിലെ സൂര്യതേജസ് എന്ന പുസ്തകം ഞാൻ എഴുതിയത്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സൂസപാക്യം പിതാവിന് ഇത് അറിഞ്ഞ മാത്രയിൽ, ഇങ്ങനെ ഞാൻ എഴുതാൻ പോകുന്നു എന്നറിഞ്ഞ മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതരുത് എന്ന് പറഞ്ഞ് എന്നെ വിലക്കി എഴുതാൻ പാടില്ല എന്ന് ഒരു ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ മുൻപ് പറഞ്ഞ നിക്ലോസ് അച്ഛനും സെൽവസ്റ്റർ ബിഷപ്പും അവർ രണ്ടുപേരും പറഞ്ഞു ഇത് എഴുതണം, അദ്ദേഹം അങ്ങനെ പറയട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിഹാസതുല്യമാണ്. അദ്ദേഹം ചെയ്തത് സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. അത് അറിയപ്പെടാതെ പോകരുതെന്നല്ല, അത് വിസ്മരിക്കപ്പെടരുത്. അതുകൊണ്ട് ഇത് എഴുതി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഇവർ രണ്ടുപേരും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഇദ്ദേഹത്തിൻ്റെ അഭിമന്യ പിതാവിൻ്റെ ജനനം മുതൽ അദ്ദേഹം വിരമിക്കുന്നത് വരെയുള്ള കാലയളവ് കുറിച്ചുള്ളൊരു ഒരു വിവരണമാണ്. ജീവചരിത്ര ഗ്രന്ഥമെന്ന് പറയാം. പ്രധാനമായിട്ടും 30 വർഷത്തെ തിരുവനന്തപുരം അതിരൂപതയിൽ അദ്ദേഹം ചെയ്ത വിശിഷ്ടമായ സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു ചരിത്ര ഗ്രന്ഥം കൂടെയാണ് രൂപത, കാരണം 30 വർഷത്തെ ചരിത്രം കൂടെ അടയാളപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഇതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രചിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയുള്ളൊരു മഹാനായ ഒരു മനുഷ്യൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന തരത്തിൽ ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിനെ പ്രോത്സാഹിപ്പിച്ച ധാരാളം പേരുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, എനിക്ക് കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ ഒക്കില്ല. ആ കാലഘട്ടത്തിൽ വളരെ കർശനമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയത്താണ് ഞാൻ വീട്ടിലിരുന്നത് ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത് ഞാൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ജീവനും വിളിച്ച മാസികകൾ പഴയതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ നൽകിയ ചില വിവരങ്ങളുണ്ട്, ചില അച്ഛന്മാർ നൽകിയ വിവരങ്ങളുണ്ട്, ചില ബിഷപ്പുമാർ നൽകിയ ഫോണിൽ കൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്ന വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച്
എനിക്ക് വിവരങ്ങൾ വെച്ചാണ് ഞാനിത് ഈ ഒരു ഗ്രന്ഥം രചിച്ചത്. സോഴ്സ് അതാണ്. പക്ഷേ ഇതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി, രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇത് കോപ്പി ഞാൻ പോസ്റ്റിൽ അയച്ചു കൊടുത്തു. കാരണം നേരിട്ട് എനിക്ക് അന്ന് അദ്ദേഹത്തെ സമീപിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം എന്നോട് കോപിക്കുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോസ്റ്റിൽ അയച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം എനിക്കൊരു മറുപടി അയച്ചു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ആ എഴുതിയ കത്ത് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, കരിക്കട്ടയെ സ്വർണ്ണമാക്കാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ ഒരുപാട് ദുർബലതകളും ഒരുപാട് പരിമിതികളും പോരായ്മകളും ഉള്ള ഒരു വ്യക്തിയാണ്. എന്നെ തേച്ച് മിനുക്കി സ്വർണ്ണമാക്കുവാനായിട്ട് എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ല. ഞാനിതിന് യോഗ്യനല്ല. പിന്നെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ എനിക്ക് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. പിന്നെ നേരിട്ട് കണ്ട അവസരത്തിൽ അദ്ദേഹം എന്നോട് വാസ്തവത്തിൽ അദ്ദേഹം അങ്ങനെ പരുഷമായിട്ട് പെരുമാറിയതിലുള്ള ഒരു ദുഃഖം പറഞ്ഞു. എങ്കിലും അദ്ദേഹം എന്നെ ആശീർവദിച്ചു, എന്നെ അനുഗ്രഹിച്ചു. മൂന്നാമത്തെ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഇത് വിശ്വാസത്തിൻ്റെ കനൽ വഴികൾ. ഇത് ഞാൻ എഴുതിയതല്ല, ഞാനിത് പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഇത് യശശരീരനായ ഫാദർ ജോസഫ് കൊട്ടുകാപ്പള്ളി എസ്.ജെ., അദ്ദേഹം ഒരു ഈശോസഭ വൈദികനാണ്. അദ്ദേഹം ഈ നേമം മിഷൻ എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ ഒരു സമൂഹം ഉൾപ്പെട്ട ഒരു മിഷൻ കേന്ദ്രമായിരുന്നു. അങ്ങ് വടക്കൻകുളം മുതൽ നേമം വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ ഈശോസഭാ വൈദികരുടെ പ്രവർത്തനവും അതുവഴിയായിട്ട് ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്നവർക്ക് നേരിടേണ്ടി വന്ന ത്യാഗവും, പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, രക്തസാക്ഷികളായി തീർന്നു. അതിലൊരാളാണ് വിശുദ്ധ ദേവസഹായം. വിശുദ്ധ ദേവസഹായം ജീവിച്ച ആ കാലയളവിലെ രക്തസാക്ഷികളെക്കുറിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ക്രൂരമായ മതമർദ്ദനങ്ങളെക്കുറിച്ചും മതപീഡനത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങളാണ്. ആ മിഷനിൽ പ്രവർത്തിച്ച വൈദേശികരായ വൈദികരെക്കുറിച്ചുള്ള വിവരണമാണ് ഈ നേമം മിഷനിൽ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ കനൽ വഴികളെന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം രചിച്ച ഒരു പ്രബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഈശോസഭാ സമൂഹത്തിലെ പ്രൊവിൻഷ്യലൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതിനെ അധ്യായങ്ങളായിട്ട് തിരിച്ച് ഒരു ഗ്രന്ഥം രചിച്ചു. നേമം മിഷനെക്കുറിച്ച് ഇപ്പം മലയാളത്തിലൊരു ഗ്രന്ഥം ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തുന്നത് ഈ പുസ്തകമാണ്. വിശ്വാസത്തിൻ്റെ കനൽ വഴികൾ എന്ന ഈ പുസ്തകമാണ്. ഇതുവഴി നേമം രക്തസാക്ഷികളെക്കുറിച്ചുള്ള വിവരണം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ചരിത്രമുറങ്ങുന്ന തീരങ്ങൾ എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഈ തീരദേശത്തെ ദേവാലയങ്ങളുടെ ചരിത്രം പറയുന്നു. തീരദേശത്തെ ദേവാലയങ്ങൾ എങ്ങനെയാണ് തീരദേശ മിഷൻ പ്രവർത്തനം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൽ നിന്ന് തുടങ്ങി മറ്റ് മിഷണറിമാരിലൂടെ തീരദേശ ജനതയുടെ മോചനവും ആ തീരദേശ ജനത ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്ന് അവർ വിശ്വാസത്തിൽ എങ്ങനെ വളർന്നു വികസിച്ചു ഇന്ന് കാണുന്ന രീതിയിൽ മുന്നേറി എന്നുള്ള കാര്യം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അത് രചിച്ചത് ഞാൻ തന്നെയാണ്. അത് ഞാൻ രചിച്ചു. അതും ഇതുപോലെ തന്നെ ഞാൻ ജീവൻ വെളിച്ചം മാസികയിൽ പല കാലയളവിലായിട്ട് എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹരണമാണ് ഈ ചരിത്രമുറങ്ങുന്ന തീരങ്ങൾ എന്ന ഗ്രന്ഥം. കേരള ലത്തീൻ സഭയെക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ. കേരള ലത്തീൻ സഭയെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതെല്ലാം, ആ ഗ്രന്ഥങ്ങളുടെ തലക്കെട്ട്, അതെഴുതിയ വ്യക്തിയെക്കുറിച്ചുള്ള സൂചന, പിന്നെ അതുമായി ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിവിധ കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ എഴുതിയിട്ടുള്ള ലത്തീൻ സഭയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ
വിവരണമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഒരു സോഴ്സ് ബുക്കാണ്. ഇത് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഈ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് ഞാൻ പറയാം. അതായത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ, കേരളത്തിൽ നിന്ന് അച്ചടിച്ചിട്ടുള്ള. ഉദാഹരണം പറഞ്ഞ വലിയ പാതിരി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എന്നുള്ള ഒരു ഗ്രന്ഥം അപ്പോൾ ഈ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായിട്ടുള്ളതല്ല എങ്കിൽ തന്നെയും കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ഇത് പിന്നെ ലത്തീൻ സഭയെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് ഏതെല്ലാം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഗ്രന്ഥമാണ് ഇൻ്റർനെറ്റിൻ്റെ മധ്യസ്ഥൻ അല്ലെങ്കിൽ സൈബർ ഇടത്ത് സഭയുടെ പോരാളി ആയ വിശുദ്ധ കാർലോ അക്വിറ്റസിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ഈ ഗ്രന്ഥം ഞാൻ രചിച്ചത് കേരളത്തിലെ കാത്തലിക് സ്കൂൾസിലെ വിദ്യാർത്ഥികളുടെ സംഘടന KCSL, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്, ആ കാത്തലിക് സ്റ്റുഡൻസ് ലീഗിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി ഉള്ള ഒരു പുസ്തകം, കൈപ്പുസ്തകം എന്നുള്ള നിലയിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹം വിശുദ്ധനായിട്ടില്ല, വാഴ്ത്തപ്പെട്ടവനാണ്. അപ്പോൾ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാലയളവിനെക്കുറിച്ച്, അദ്ദേഹം എങ്ങനെയാണ് ഇൻ്റർനെറ്റിനെ തൻ്റെ വിശ്വാസ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം വിസ്മയം കാട്ടി. അപ്പോൾ അങ്ങനെയുള്ള ആ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് കാർലോ അക്വിറ്റസ് സൈബർ ലോകത്തെ വിശുദ്ധ സൂനം എന്ന ഈ ഗ്രന്ഥം. പിന്നെ ഞാൻ കേരള ലാറ്റിൻ കാത്തലിക് ഹിസ്റ്ററി അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഈ KLCH എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അപ്പോൾ ഇത് KLCH എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. 2 പുസ്തകങ്ങൾ എന്നെ കൊണ്ട് അവർ എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഈ ആനിമസ് സ്ക്രീൻ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സമുജ്വല താരകം. ഈ അടുത്ത നാൾ അതായത് ഫെബ്രുവരി 1-ാം തീയതി KLCH പുറത്തിറക്കിയ പുസ്തകമാണ്. ദേവദാസൻ ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിഗർ, തിരുവിതാംകൂറിലെ പ്രേക്ഷിത താരകം. ഇതും KLCH പുറത്തിറക്കിയതാണ്, ഞാൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. ഇത് അന്ന് കൊല്ലം രൂപതയുടെ മെത്രാനായിരുന്ന ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിഗർ പിതാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 12ഓളം പേര് വിവിധ ലേഖനങ്ങൾ നൽകി ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൗഢമായിട്ടുള്ള ലേഖനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് ഞാൻ പുറത്തിറക്കി. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് 8 പുസ്തകങ്ങൾ ഞാൻ രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മാസികകളിൽ വിവിധ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഴുതുന്നത്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ സുവിശേഷ വെളിച്ചത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മിഷണറിമാർ ഈ നാട്ടിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ തീക്ഷ്ണതയോടുകൂടെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിക്കുക മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിനെ ഉയർത്തുന്നതിന് വേണ്ടി, സംസ്കാര സമ്പന്നമാക്കുന്നതിന് വേണ്ടി
അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി, അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, സംസ്കാര സമ്പന്നരാക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ സഭ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും നിരവധിയായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളീ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം ഉയർന്നതും വളർന്നതും ഒക്കെ വിശ്വാസത്തിൻ്റെ ബലവത്തായ അടിത്തറയിൽ നിന്നാണ്. ഇതെല്ലാം ശുശ്രൂഷയായിട്ടാണ് കാണേണ്ടത്. വിദ്യാഭ്യാസത്ത് സഭ ചെയ്യുന്ന സേവനങ്ങൾ അതൊരു ശുശ്രൂഷയാണ്, സാമൂഹ്യ രംഗത്ത് ആതുര ശുശ്രൂഷ രംഗത്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മഹത്തായ പ്രവർത്തനങ്ങൾ, മനുഷ്യ സമൂഹത്തെ, മനുഷ്യ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതിന് സഭ നൽകിയ ആ ഒരു സംഭാവന വിസ്മരിക്കപ്പെടരുത്. അത് ലോകം എമ്പാടും എന്നും ഓർമ്മിക്കണം, വരും തലമുറകളോളം അറിയണം. അതിനുവേണ്ടിയാണ്, ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രം വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ രചനകളെല്ലാം നടത്തുന്നത്. ഇതെല്ലാം ചെയ്യുക ഇന്നും എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് സഭ പ്രവർത്തിക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ഏക ദൗത്യം, ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രചനകളെല്ലാം ഞാൻ ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം, സുവിശേഷം അറിയപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിൽ സഭ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ വിസ്മരിക്കപ്പെടരുത്. അതെല്ലാ കാലത്തും എല്ലാ തലമുറകളും അറിയപ്പെടണം. അത് തന്നെയാണ് എൻ്റെ രചനയുടെ. ാക്കിയ വ്യക്തികളെ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അത് പ്രാദേശികമായിട്ട് അവതരിപ്പിക്കണം. എനിക്ക് കേരള സംസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേരള സംസ്കാരത്തെക്കുറിച്ചോ കേരള സഭാചരിത്രത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും എഴുതുന്നതിനേക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പ്രാദേശികമായിട്ട് പ്രാദേശിക സഭയെ വളർത്തിയ വലുതാക്കിയ ആധ്യാത്മിക നേതാക്കന്മാരെക്കുറിച്ചും, അതുപോലെ തന്നെ അൽമായ പ്രമുഖരെക്കുറിച്ചും അവരുടെ ജീവിതത്തെയും സംഭാവനയും എടുത്ത് കാണിക്കണം. അതിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇനി അടുത്ത തിരുവനന്തപുരം രൂപതയിൽ ദീർഘകാലം മെത്രാനായിരുന്ന ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേര ISROയും ഒക്കെ കൊണ്ടുവരുന്നതിന് സഹായിച്ച അല്ലെങ്കിൽ പ്രചോദനമേകിയ ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേരയുടെ ജീവചരിത്രത്തെക്കുറിച്ച് എഴുതണമെന്നുണ്ട്. അദ്ദേഹം കാരണം ഇത് എഴുതിയില്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം 1977 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 77 ശേഷം ഇത്രയും വർഷമായിട്ടൊരു അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥമില്ല. ഓരോ വർഷം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ച് ആളുകൾ അറിയണ്ടേ, ആളുകൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഞാൻ വേറൊരു ഹെറിറ്റേജ് കമ്മീഷൻ്റെ അംഗം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം രൂപതയുടെ ചരിത്രം അതിന് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണികൾ വ്യാപൃതനാണ്. ഇപ്പം പ്രാദേശിക സഭയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ നിർമ്മിക്കുന്നതിനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.